ഹായ്, എല്ലാ കൂട്ടുകാർക്കും ബീനാസ് ഈസി ഈറ്റ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഈസി ആയിട്ടുള്ള ഒരു പുതിയ റെസിപ്പി കണ്ടു നോക്കിയാലോ. ഇന്ന് ഞാൻ ഇവിടെ കാണിക്കുന്നത് ഒരു പാത്രം മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഒരു ചിക്കൻ പാസ്റ്റ ഉണ്ടാക്കാം എന്നുള്ളതാണ്. ഇത് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുകയാണ്. ഒരു പാത്രം മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ആദ്യമേ നമുക്ക് നമ്മുടെ ഓവൻ ഒരു 400 ഡിഗ്രിയിലേക്ക് പ്രീഹീറ്റ് ചെയ്യാം. എന്നിട്ട് ഓവനിൽ വെക്കുന്ന ഒരു ഡിഷ് എടുക്കുക. അതിലേക്ക് 4 കപ്പ് ചിക്കൻ ബ്രോത്ത് ഒഴിക്കുക. അതിനുശേഷം ഒരു ക്യാൻ ക്രീം ഓഫ് ചിക്കൻ ആഡ് ചെയ്യുക. പിന്നെ ക്രീം ചീസ് 8 ഔൺസിൻ്റെ റൂം ടെമ്പറേച്ചറിലുള്ള ക്രീം ചീസ് ആഡ് ചെയ്യുക. പിന്നെ റാഞ്ചിൻ്റെ പൗഡർ ഒരു പാക്കറ്റ്, അത് ഏത് ഫ്ലേവർ വേണേലും ആഡ് ചെയ്യാം. പിന്നെ 2 ടേബിൾ സ്പൂൺ കുഞ്ഞായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ക്രീം ചീസ് മിക്സ് ചെയ്യാൻ ഇച്ചിരി ഹാർഡായിരിക്കും, സാരമില്ല, പറ്റുന്ന പോലെ ചെയ്യുക. പക്ഷെ അത് നമ്മൾ ഓവനിൽ വെച്ച് ചൂടാക്കി കഴിയുമ്പോൾ അത് മെൽറ്റ് ആയിക്കോളും. ഇനി ഇതിലേക്ക് 1 പൗണ്ട് പെനെ പാസ്റ്റ ആഡ് ചെയ്യണം. അതിനുശേഷം കഴുകി വൃത്തിയാക്കിയ 2 പൗണ്ട് ചിക്കൻ ബ്രസ്റ്റ് ചെറിയ ക്യൂബായിട്ട് അല്ലെങ്കിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്യാം. ഇനി ഒരു മീഡിയം സൈസ് ഉള്ളി, പിന്നെ ഒരു മീഡിയം സൈസ് ബെൽ പെപ്പർ അല്ലെങ്കിൽ ക്യാപ്സിക്കം, അത് ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ പാഴ്സലി, നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള പാഴ്സലി വേണമെങ്കിൽ അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള പാഴ്സലി യൂസ് ചെയ്യാം, 1 ടീസ്പൂൺ. ഇനി എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്കിനി ഇതിനെ പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ വെച്ച് 400 ഡിഗ്രിയാണ് പ്രീഹീറ്റ് ചെയ്തത്, 45 മിനിറ്റ് കുക്ക് ചെയ്യാം. ആദ്യം നമ്മൾ ഓവനിൽ വെക്കുന്നതിന് മുൻപ് ഒരു ഫോയിൽ പേപ്പർ വെച്ച് നന്നായിട്ട് പൊതിയണം. പൊതിഞ്ഞതിന് ശേഷം നമുക്ക് ഓവനിൽ വെച്ച് 400 ഡിഗ്രിയിൽ 45 മിനിറ്റ് കുക്ക് ചെയ്യാം. 45 മിനിറ്റിന് ശേഷം പുറത്തെടുക്കുക. എന്നിട്ട് വീണ്ടും എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. മുകളിൽ കിടക്കുന്ന പാസ്റ്റ ശരിക്ക് വെന്തിട്ടുണ്ടാകില്ല ഈ സമയത്ത്. അതുകൊണ്ട് എല്ലാം നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ചിക്കൻ ബുള്ളിയോൺ പൗഡർ 2 ടീസ്പൂൺ ആഡ് ചെയ്യാം. നമ്മൾ ഇതിനകത്ത് എക്സ്ട്രാ ഉപ്പ് ആഡ് ചെയ്യുന്നില്ല, കാരണം നമ്മൾ ഇതിൽ ചേർക്കുന്ന പല സാധനങ്ങൾക്കകത്തും ഉപ്പുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ ഹെവി വിപ്പിംഗ് ക്രീം 1/2 കപ്പ് തൊട്ട് 1 കപ്പ് വരെ ഒഴിക്കാം. ഒഴിച്ച് നന്നായിട്ടെല്ലാം ഒന്നുകൂടെ മിക്സ് ചെയ്യുക. നമ്മളെല്ലാം മിക്സ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ പാസ്റ്റയും ചിക്കനും എല്ലാം ഒരു വെള്ളത്തിൻ്റെ ഉണ്ടല്ലോ, വെള്ള അംശത്തിന് അടിയിലായിട്ട് കിടക്കണം. ഇനി നമുക്ക് ഇഷ്ടമുള്ള ചീസ് യൂസ് ചെയ്യാം. ഷ്രെഡഡ് ചീസ്, ഞാനിപ്പോൾ ചെഡറാണ് യൂസ് ചെയ്യുന്നത്. മൊസറല്ല ചീസ് അല്ലെങ്കിൽ പാമസോൺ ചീസ് യൂസ് ചെയ്യാം. നല്ല ട്രേ ഫുൾ കവർ ആകുന്നത് പോലെ നന്നായിട്ട് എല്ലായിടത്തും അത് സ്പ്രെഡ് ചെയ്യുക. ഇനി നമുക്ക് ഫോയിൽ പേപ്പർ ഇല്ലാതെ തുറന്ന് വെച്ച് 20 മിനിറ്റും കൂടെ കുക്ക് ചെയ്യണം. അപ്പോഴേക്കും നമ്മുടെ പാസ്റ്റയും ചിക്കനും എല്ലാം ബ്യൂട്ടിഫുള്ളായിട്ട് കുക്ക് ചെയ്ത് കിട്ടിയിരിക്കും. ഇപ്പോൾ 20 മിനിറ്റിന് ശേഷമുള്ള ഇതാണ് നമ്മൾ കാണുന്നത്. നോക്കിക്കേ, നമ്മളത് ഇളക്കുമ്പോഴത്തേക്ക് ആവി പറന്നു വരുന്ന കണ്ടോ. നല്ലതായിട്ട് നമ്മുടെ പാസ്റ്റയും ചിക്കനും എല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾക്കൊരു സെർവിങ് ബോളിലെടുത്ത് നമുക്ക് സെർവ് ചെയ്യാം. വളരെ ഈസി ആയിട്ടുള്ള ഒരു ചിക്കൻ പാസ്റ്റ റെസിപ്പിയാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവരും സന്തോഷമായിരിക്കുക, സുഖമായിരിക്കുക. നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.